അഹ്കാമു തമന്നിൽ മൗത്ത് എന്ന് പറഞ്ഞൊരു കിതാബ് എടുത്ത് വായിച്ചു. എന്താ? എന്നിട്ട് അതിന് കുറെ കറാമത്ത് വായിച്ചു. എന്താ കറാമത്ത്? നിങ്ങളുടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് എഴുതിയിട്ടുള്ളത് അഹ്കാമു തമന്നിൽ മൗത്ത്. അതിൽ കുറെ കറാമത്തുകൾ, കഫം പടവ കൊടുത്തയച്ചതും മരിച്ചോലെ വിളിച്ചതും നിങ്ങളുടെ കിതാബിലാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വായിച്ചു. മൂപ്പര ധാരണ എന്താന്ന് മൂപ്പര് പറയാ, സ്ക്രീനിൽ കാണിച്ചു കൊടുക്കും മോനെ, ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിയതാണ്, അൽ മക്തബത്തുൽ ഇംദാദിയ പ്രസ് എന്ന് വാങ്ങിയതാണ്, സലഫി കൊണ്ടുപോയി പഠിക്കട്ടെ, ഷാർജയിൽ കുത്തിരുന്ന് നന്നായിട്ടൊന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് കളിയാക്കലുണ്ട്. എന്നാ മൂപ്പര് എന്താ വിചാരിച്ച് നമ്മളായിരുന്നു കണ്ടിട്ടില്ല എന്നാ. പേരോടെ അഹ്കാമു തമന്നിൽ മൗത്ത് എന്നുള്ള കിതാബുണ്ടല്ലോ, ആ കിതാബിനെ പറ്റി സൗദി അറേബ്യയിലെ പണ്ഡിത ലോകത്ത് ചർച്ച തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. എന്താ പറയുന്നത്? അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റേതല്ല. ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഇവിടുന്ന് വായിക്കാ, അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരിൽ കെട്ടിച്ചമച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളോട് എതിർപ്പുള്ള പ്രസ്സുകാർ അടിച്ചതാണ് എന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയ ഗ്രന്ഥമാണിത്. إبطال نسبة كتاب أحكام تمني الموت إلى الشيخ الإمام محمد بن عبد الوهاب رحمه الله. അവസാനം പറയണേ, ലാ സിഹത ലിനിസ്ബത്തി ഹാദൽ കിതാബ് ഇല ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്ക് ഈ കിതാബ് ചേർത്ത് പറയുന്നതിൽ യാതൊരു ശരിയുമില്ല എന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ പറഞ്ഞു. മാത്രല്ല, വേറെയും കിതാബുകൾ എന്ന് കൽപ്പിക്കാം. അഹ്കാമു തമന്നിൽ മൗത്ത് എന്ന് നിങ്ങൾ വായിച്ച അൽ മക്തബത്തുൽ ഇംദാദിയ പ്രസ്സിൽ നിന്ന് അച്ചടിച്ച ആ പുസ്തകം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരിലാണെന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ അതും കൊണ്ട് പറന്ന് നടക്കുന്നുണ്ട്. അതിൽ യാതൊരു സത്യവുമില്ല, അത് അദ്ദേഹത്തിന്റെ പേരിൽ ആരോ കെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് കൃത്യമായി സൗദി അറേബ്യയിലെ പണ്ഡിതന്മാര് തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. മൂപ്പര് വിചാരിത് ആരും കണ്ടിട്ടില്ല. പിന്നെന്താ അടുത്ത ആരോപണം? ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട്, സെൽസബിയിൽ നബി 100 തെറ്റിയുന്നു.